വലിയ സാമൂഹിക മാറ്റങ്ങൾ എപ്പോഴും വലിയ കോലാഹലങ്ങളോടെയാണ് സംഭവിക്കുന്നതെന്നാണല്ലോ നമ്മുടെയൊക്കെ ഒരു പൊതുവായ ധാരണ അല്ലേ? ഒരു നവോത്ഥാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ മുദ്രാവാക്യങ്ങളും വലിയ ജനക്കൂട്ടവുമൊക്കെയാണ് ആദ്യം മനസ്സിൽ വരിക. അതെ, അത് തികച്ചും സ്വാഭാവികമാണ്. കാരണം ഈ ബാഹ്യമായ പ്രകടനങ്ങളെ അടയാളപ്പെടുത്താൻ എളുപ്പമാണല്ലോ. അവയ്ക്ക് വ്യക്തമായൊരു രൂപമുണ്ട്. എന്നാൽ ശരിക്കു പറഞ്ഞാൽ ഏറ്റവും ആഴത്തിലുള്ള മാറ്റങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് വളരെ നിശബ്ദമായാണ്. ആയുധങ്ങൾക്കും മുദ്രാവാക്യങ്ങൾക്കും പകരം അറിവെന്ന ഒരൊറ്റ ആയുധം കൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി ഉറച്ചുപോയ അന്ധവിശ്വാസങ്ങളെയും ജാതിവ്യവസ്ഥയെയും വേരോടെ പിഴുതെറിയാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ വിപ്ലവം. കൃത്യം, അതാണ് യഥാർത്ഥ വിപ്ലവം. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ ഡീപ് ഡൈവ് കേൾക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. യാതൊരുവിധ വലിയ സംഘടനകളോ കോലാഹലങ്ങളോ ഇല്ലാതെ കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ വലിയൊരു കൊടുങ്കാറ്റായി മാറിയ ഒരു മനുഷ്യൻ. ശ്രീനാരായണ ഗുരുവിനൊപ്പം തുല്യ പ്രാധാന്യമുള്ള തികച്ചും അസാധാരണനായ ഒരു നവോത്ഥാന നായകൻ. അതെ, വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ. അതെ, അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലേക്കും സംഭാവനകളിലേക്കുമാണ് നമ്മൾ ഇന്ന് ഈ വിശദമായ അന്വേഷണം നടത്തുന്നത്. ഈ പ്രതിഭാസത്തെ നമുക്കൊന്ന് അനാവരണം ചെയ്യാം. തീർച്ചയായും. ഇതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. അതായത് 19ാം നൂറ്റാണ്ടിലെ കേരളം. അറിവ് എന്നത് ചില പ്രത്യേക ജാതിക്കാരുടെ മാത്രം കുത്തകയായിരുന്നൊരു കാലം. സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന കാലം. അതെ, പ്രത്യേകിച്ച് വേദങ്ങളും ഉപനിഷത്തുകളും സംസ്കൃതവുമൊക്കെ പഠിക്കുക എന്നത് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു അന്ന്. ഈ വലിയൊരു സാമൂഹ്യ മതിലിന് മുന്നിലേക്കാണ് അദ്ദേഹം ജനിച്ചു വീഴുന്നത്. തുടക്കം നമ്മളൊന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമൂലയ്ക്കടുത്ത് കൊല്ലൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഈ ജനിച്ച വർഷവും തീയതിയും വളരെ പ്രധാനമാണ്. 1853 ഓഗസ്റ്റ് 25. നമ്മുടെ പഴയ മലയാള വർഷം കണക്കാക്കുകയാണെങ്കിൽ കൊല്ലവർഷം 1029 ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രം. ശരിയാണ്. മാതാപിതാക്കളുടെ കാര്യമെടുത്താൽ മാവേലിക്കര സ്വദേശിയായ വാസുദേവ ശർമ്മയും കൊല്ലൂർ സ്വദേശിനിയായ നങ്ങ അഥവാ നങ്ങാദേവിയുമായിരുന്നു അവർ. ഇതിൽ രേഖകളിൽ ഈ വാസുദേവ ശർമ്മയ്ക്ക് താമരശ്ശേരിയിൽ അനന്തശർമ്മൻ എന്നൊരു പേരുണ്ടായിരുന്നതായി കാണുന്നുണ്ട്. ഈ ദമ്പതികളുടെ ആദ്യത്തെ സന്താനമായിരുന്നു അദ്ദേഹം. അപ്പൊ ബാല്യകാല നാമം എന്തായിരുന്നു? അയ്യപ്പൻ എന്നായിരുന്നല്ലോ. അതെ, അയ്യപ്പൻ. എന്നാൽ വീട്ടിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഓമനപ്പേര് കുഞ്ഞൻ എന്നാണ്. പിന്നീട് കുഞ്ഞൻപിള്ള എന്നും അദ്ദേഹം അറിയപ്പെട്ടു. ഇതെല്ലാം കേവലം ചരിത്ര വസ്തുതകൾ മാത്രമല്ല, വരാനിരിക്കുന്ന വലിയ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. അതെ, ഇവിടെയാണ് എനിക്ക് ഏറ്റവും വലിയ കൗതുകം തോന്നിയത്. നമ്മൾ ഇന്നത്തെ കാലത്തെ ഒരു സെൽഫ് ടോട്ട് ഹാക്കർ എന്ന് പറയില്ലേ? സ്വയം പഠിച്ചെടുക്കുന്ന ആൾ. അതെ. അതായത് ഒരു സിസ്റ്റം തനിക്ക് പ്രവേശനം നിഷേധിക്കുമ്പോൾ സ്വന്തമായി കോഡിംഗ് പഠിച്ച് ആ സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി ഫയർവാൾ ഭേദിച്ച് അകത്ത് കയറുന്ന ഒരാൾ. ഏതാണ്ട് അതുപോലെ തന്നെയല്ലേ അദ്ദേഹവും ചെയ്തത്? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് സംഭവിച്ചത്. ഇന്റർനെറ്റ് പോയിട്ട് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത കാലത്ത് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ആ കാലഘട്ടത്തിന്റെ ജാതി ഫയർവാൾ ഹാക്ക് ചെയ്തു. വകയിലൊരു ജ്യേഷ്ഠനായിരുന്ന കൊല്ലൂർ കൃഷ്ണപിള്ള എന്നയാളിൽ നിന്നാണ് അദ്ദേഹം പ്രാഥമിക പാഠങ്ങൾ പഠിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ശരിയായ ഗുരു ആരാണെന്ന് പറയാൻ തക്ക തെളിവുകളൊന്നുമില്ല. ഇല്ല, വ്യക്തമായ തെളിവുകളില്ല. എന്നിട്ടും അദ്ദേഹം സ്വയം ഒരു എൻസൈക്ലോപീഡിയയായി മാറി. അതെങ്ങനെ സാധിച്ചു? ഈ ഹാക്കർ ഉപമ വളരെ കൃത്യമാണ് കേട്ടോ. ഔപചാരികമായി ഒരു വിദ്യാലയത്തിൽ പോയി ഒരു ഗുരുവിന്റെ കീഴിലിരുന്ന് പഠിക്കാൻ പലപ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു? വിദ്യാലയങ്ങൾക്കു പുറത്തുനിന്നു മറ്റുള്ളവർ പഠിക്കുന്നത് കേട്ടു പഠിച്ചു. യാത്ര ചെയ്യുന്ന പണ്ഡിതന്മാരെയും സന്യാസിമാരെയും തേടിപ്പിടിച്ച് അവരിൽ നിന്ന് അറിവുകൾ ചോർത്തിയെടുത്തു എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ആ പ്രശസ്തമായ ചട്ടമ്പി എന്ന പേരുപോലും അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ആ പേര് വന്ന വഴി വളരെ രസകരമാണല്ലോ. പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ പാഠശാലയിൽ അദ്ദേഹം വിദ്യാർത്ഥിയായി എത്തിയപ്പോഴല്ലേ അത്? അതെ, അവിടെ അദ്ദേഹത്തിന്റെ അറിവും സാമർഥ്യവും കണ്ടിട്ട് ക്ലാസ്സിലെ പഠനകാര്യങ്ങൾ നോക്കാൻ ആശാൻ അദ്ദേഹത്തെ നിയോഗിച്ചു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്ലാസ്സിലെ മോണിറ്റർ. അപ്പോ ആ സ്ഥാനപ്പേരാണ് അന്നത്തെ ഭാഷയിൽ ചട്ടമ്പി. കൃത്യം. ഇത് പിൽക്കാലത്ത് അദ്ദേഹത്തെ ചട്ടമ്പിസ്വാമികൾ എന്ന പേരിലേക്ക് നയിച്ചു. വെറുമൊരു മോണിറ്റർ സ്ഥാനത്തിനപ്പുറം ആ പാണ്ഡിത്യത്തിന്റെ വ്യാപ്തി നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. സ്വപ്രയത്നത്തിലൂടെ അദ്ദേഹം മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ 3 ഭാഷകളിൽ അതിവിദഗ്ധനായി. അതെ, ഇതിൽ സംസ്കൃതം പഠിക്കുക എന്നത് അക്കാലത്ത് എത്രത്തോളം വിപ്ലവകരമായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ശരിയാണ്.
ഭാഷകളിൽ മാത്രമല്ല, കണക്ക്, ആയുർവേദം, ജ്യോതിഷം, യോഗം, മർമ്മവിദ്യ, വേദാന്തം, സംഗീതം, ചിത്രരചന, സാഹിത്യം, ചരിത്രം എല്ലാം പഠിച്ചു. നോക്കൂ, പരസ്പര ബന്ധമില്ലാത്ത എത്രയെത്ര വിഷയങ്ങളിലാണ് അദ്ദേഹം ആഴത്തിലുള്ള ജ്ഞാനം നേടിയത്. ഇതൊക്കെ ഒരാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ പഠിക്കാൻ കഴിയും? അതാണ് അദ്ദേഹത്തെ തികച്ചും വ്യത്യസ്തനാക്കുന്നത്. ഇതൊരു സാധാരണ മനുഷ്യന് സാധ്യമാകുന്ന കാര്യമല്ല. ഒരു വലിയ സർവകലാശാലയിൽ പോയി പഠിക്കേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് മാത്രം നേടിയെടുത്തത്. എന്നാൽ ഇത്രയൊക്കെ അറിവുണ്ടായിട്ടും ജീവിക്കാൻ വേണ്ടി അദ്ദേഹം തുടക്കത്തിൽ ഒരു സാധാരണ ജോലി ചെയ്തിരുന്നു. കുറച്ചുകാലം ഹജൂർ കച്ചേരിയിൽ, അതായത് അന്നത്തെ സെക്രട്ടേറിയറ്റ് പോലെയുള്ള സ്ഥലത്ത്, വെറുമൊരു കണക്കപ്പിള്ളയായി അദ്ദേഹം ജോലി ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു കസേരയിൽ ഒതുങ്ങിക്കൂടാൻ അദ്ദേഹത്തെപ്പോലൊരു വിശ്വമനസ്സിന് കഴിയുമോ? ഇല്ലല്ലോ. അവിടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവ് സംഭവിക്കുന്നത്. തന്റെ 24-ാം വയസ്സിൽ അദ്ദേഹം ആ കണക്കപ്പെണ്ണ് ജോലി ഉപേക്ഷിച്ചു. അതെ, ഉപേക്ഷിച്ച് ദേശാടനത്തിനിറങ്ങി. ദക്ഷിണേന്ത്യ മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. എന്തിനായിരുന്നു ആ യാത്രകൾ? അത് പുതിയ അറിവുകൾ തേടിയുള്ള യാത്രയായിരുന്നു. വെറുമൊരു വിനോദസഞ്ചാരമായിരുന്നില്ല അത്. ആ യാത്രകൾക്കിടയിൽ പ്രസിദ്ധരായ പല ഋഷികളെയും പണ്ഡിതന്മാരെയും പരിചയപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തമിഴ്നാട്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾ വളരെ പ്രധാനമാണ്. അവിടെ വച്ചാണ് സുബ്ബജടാപാഠികൾ എന്ന വലിയ വേദാന്ത പണ്ഡിതനെ അദ്ദേഹം കണ്ടുമുട്ടുന്നത്. ഓ, ആ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, സുബ്ബജടാപാഠികൾ. അതെ, അദ്ദേഹത്തിൽ നിന്നാണ് സംസ്കൃതം, വേദോപനിഷത്തുകൾ, യോഗവിദ്യ എന്നിവയുടെ ഉന്നത തലങ്ങൾ ചട്ടമ്പിസ്വാമികൾ കരസ്ഥമാക്കുന്നത്. മാത്രമല്ല, ഹൈന്ദവ ദർശനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ക്രിസ്തുമതം, ഇസ്ലാം എന്നീ മതങ്ങളിലെ തത്വസംഹിതകളും അദ്ദേഹം ആഴത്തിൽ പഠിച്ചു. ഈ പരന്ന വായനയും പഠനവും അദ്ദേഹത്തിന് നൽകിയ വിശാലമായ കാഴ്ചപ്പാട് വളരെ വലുതാണ്. തമിഴ്നാട്ടിലെ വടിവീശ്വരം എന്ന സ്ഥലത്തുവെച്ചാണ് ഈ യാത്രകൾക്കൊടുവിൽ ചട്ടമ്പിസ്വാമികൾക്ക് ആത്മീയോന്നതി അഥവാ ജ്ഞാനോദയം കൈവന്നത് എന്ന് രേഖകൾ പറയുന്നു. ശരിയാണ്. അറിവിന്റെ ഇത്രയും വലിയൊരു ഖനിയായി മാറിയതുകൊണ്ടാണ് ജനം അദ്ദേഹത്തെ ആദരവോടെ വിദ്യാധിരാജൻ എന്ന് വിളിച്ചത്. സന്യാസ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ച സന്യാസനാമമാണ് ഷൺമുഖദാസൻ. എന്നാൽ എനിക്കിവിടെ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഇത്ര വലിയ സന്യാസിയായിട്ടും അദ്ദേഹത്തിന്റെ പ്രകൃതം വളരെ വ്യത്യസ്തമായിരുന്നു. കാഷായ വസ്ത്രം ധരിക്കാത്ത, കമണ്ഡലുവില്ലാത്ത സന്യാസി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. സന്യാസം എന്നാൽ ഈ ബാഹ്യ ചിഹ്നങ്ങളാണെന്നാണല്ലോ പൊതുവെ കരുതപ്പെടുന്നത്. അവിടെയാണ് ചട്ടമ്പിസ്വാമികളുടെ ആ ദർശനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സന്യാസം എന്നത് പുറത്തു കാണിക്കാനുള്ള ഒന്നല്ല, അത് ഉള്ളിലിരിക്കുന്ന ബോധമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതായത് അറിവാണ് മുഖ്യം. അതെ, അറിവാണ് യഥാർത്ഥ കാഷായം. കാതിയെടുത്തതുകൊണ്ടോ താടി വളർത്തിയതുകൊണ്ടോ ഒരാൾ സന്യാസിയാകുന്നില്ല എന്ന് തന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം കാണിച്ചു തന്നു. അദ്ദേഹത്തിന്റെ ഈ സവിശേഷതയാണ് പിൽക്കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ 2 സമാഗമങ്ങൾക്ക് വഴിയൊരുക്കിയത്. കൃത്യമായി പറഞ്ഞു. ഈ അറിവിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആ 2 വലിയ കണ്ടുമുട്ടലുകൾ മാത്രം മതി. ഒന്നാമത്തേത് 1883 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് സംഭവിക്കുന്നത്. ആരെയാണ് അദ്ദേഹം അവിടെ വെച്ച് കണ്ടുമുട്ടിയത്? ശ്രീനാരായണ ഗുരുവിനെ. അതെ, കേരള നവോത്ഥാന ചരിത്രത്തിലെ മറ്റൊരു ഇതിഹാസത്തെ, അന്ന് നാണു ആശാൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മഹായോഗിയെ. ഈ സമാഗമത്തിന്റെ പ്രാധാന്യമെന്തായിരുന്നു ശരിക്കും? അതൊരു കേവല സമാഗമമായിരുന്നില്ല, അതൊരു രാസപ്രവർത്തനമായിരുന്നു. ഒരേ ലക്ഷ്യത്തിലേക്ക് വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിച്ച 2 നദികൾ സംഗമിക്കുന്നതുപോലെയായിരുന്നു അത്. അവർ തമ്മിൽ വലിയ ആത്മബന്ധമുടലെടുത്തു. ഏറെ സ്ഥലങ്ങളിൽ അവർ ഒരുമിച്ച് സഞ്ചരിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത, ചട്ടമ്പിസ്വാമികൾ തന്റെ ഗുരുവായ തൈക്കാടയ്യയെ നാണു ആശാൻ പരിചയപ്പെടുത്തുന്നത് ഈ ബന്ധത്തിലൂടെയാണ്. ഓഹോ, അത് വലിയൊരു വിവരമാണല്ലോ. അതുമാത്രമല്ല, ശ്രീനാരായണ ഗുരു തന്റെ ആത്മീയ പ്രവർത്തനങ്ങൾക്കും ധ്യാനത്തിനുമായി അരുവിപ്പുറം തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ടല്ലോ. അതെ, ആ അരുവിപ്പുറത്തേക്ക് ആദ്യമായി നാണു ആശാനെ കൂട്ടിക്കൊണ്ടുപോയതും ചട്ടമ്പിസ്വാമികളാണ്. വാവ്! അതെ, കേരള ചരിത്രഗതിയെ തന്നെ മാറ്റിയെഴുതിയ ആ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ഒരു വലിയ നിമിത്തമായി ചട്ടമ്പിസ്വാമികൾ മാറുകയായിരുന്നു അവിടെ. എന്തൊരു ചരിത്ര മുഹൂർത്തമാണത്. ഇനി 2ാമത്തെ സമാഗമം, അത് ഇതിലും ആവേശകരമാണ്. 1892 എറണാകുളത്ത് വെച്ച് സാക്ഷാൽ സ്വാമി വിവേകാനന്ദനുമായിട്ടാണ് ആ കൂടിക്കാഴ്ച നടക്കുന്നത്. അതെ, 1892
ഈ ഡീപ് ഡൈവ് കേൾക്കുന്ന നമ്മളെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. വിവേകാനന്ദനെപ്പോലൊരു വിശ്വപ്രസിദ്ധനായ പണ്ഡിതനെ, അതും കാഷായ വസ്ത്രം പോലുമില്ലാത്ത ഈ ചട്ടമ്പിസ്വാമികൾ എങ്ങനെയാണ് അത്ഭുതപ്പെടുത്തിയത്? അതിന് കാരണം അദ്ദേഹം നൽകിയ ഒരു ഉത്തരമാണ്. സ്വാമി വിവേകാനന്ദന് ഏറെക്കാലമായ ഒരു സംശയമുണ്ടായിരുന്നു. ഹൈന്ദവ ദർശനങ്ങളിൽ സന്യാസിമാർ ധ്യാനിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചിന്മുദ്രയെക്കുറിച്ചായിരുന്നു അത്. ആ, കൈയിലെ തള്ളവിരലും ചൂണ്ടുവിരലും തമ്മിൽ തൊട്ടുവെച്ച് ബാക്കി 3 വിരലുകൾ നിവർത്തിപ്പിടിക്കുന്ന ആ മുദ്ര നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. മായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. എന്നാൽ ചട്ടമ്പിസ്വാമികൾ ചിന്മുദ്രയുടെ അർത്ഥം അതിമനോഹരമായി പ്രമാണസഹിതം വിശദീകരിച്ചു. എന്തായിരുന്നു ആ വിശദീകരണം? നിവർത്തിപ്പിടിച്ചിരിക്കുന്ന ആ 3 വിരലുകൾ മനുഷ്യനിലെ ത്രിഗുണങ്ങളെ, അതായത് സത്വ, രജ, തമോ ഗുണങ്ങളെ അഥവാ അഹങ്കാരത്തെ സൂചിപ്പിക്കുന്നു എന്നും, ചൂണ്ടുവിരൽ ജീവാത്മാവാണെന്നും തള്ളവിരൽ പരമാത്മാവാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. അത് ശരി. ജീവാത്മാവ് അഹങ്കാരത്തെ വിടിഞ്ഞ് പരമാത്മാവിനോട് ചേരുന്നതാണ് ഈ മുദ്രയുടെ യഥാർത്ഥ തത്വം എന്ന് ഉപനിഷത്തുകളുടെയും പ്രാചീന തമിഴ് ഗ്രന്ഥങ്ങളുടെയും വെളിച്ചത്തിൽ അദ്ദേഹം സമർത്ഥിച്ചു. അവിശ്വസനീയമായ അറിവ്. ആ മറുപടി കേട്ട് വിവേകാനന്ദൻ എന്താണ് പറഞ്ഞതെന്നുകൂടി നമ്മൾ അറിയണം. വിവേകാനന്ദൻ തന്റെ ഡയറിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തി: ഞാൻ കൽക്കത്തയിൽ നിന്ന് അതിദൂരത്തായി ഇവിടെ വരെ എത്തി. ഇതിനിടെ പല സന്യാസികളെ കാണുകയും അവരോടെല്ലാം ചിന്മുദ്രയെപ്പറ്റി ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഇതുപോലെ വിശദമായ, തൃപ്തികരമായ ഒരു മറുപടി അവരിൽ ആരിൽ നിന്നും ലഭിച്ചില്ല. ഇവിടെ ഒരു മഹായോഗിയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞു. നോക്കൂ, വിവേകാനന്ദനെ പോലൊരാൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മഹായോഗി എന്നാണ്. അതെ, വേഷത്തിലല്ല, മനുഷ്യന്റെ ഉള്ളിലെ അറിവിലാണ് കാര്യം എന്ന് വിശ്വസിച്ച ഒരു വലിയ വ്യക്തിത്വത്തെയാണ് നാം ഇവിടെ കാണുന്നത്. ആ അറിവിന്റെ തിളക്കമാണ് വിവേകാനന്ദനെ ആകർഷിച്ചത്. എന്നാൽ ഇവിടെ ഞാൻ ചെറിയൊരു സംശയം ഉന്നയിക്കട്ടെ. വിവേകാനന്ദനുമായുള്ള കൂടിക്കാഴ്ചയും ഈ അറിവിന്റെ വ്യാപ്തിയുമൊക്കെ വളരെ വലുതാണ്, സമ്മതിച്ചു. പക്ഷേ അറിവ് നേടുക എന്നതിനപ്പുറം ആ അറിവ് വെച്ച് അദ്ദേഹം എന്താണ് സമൂഹത്തിനു വേണ്ടി ചെയ്തത്? കേവലം കുറച്ചു പുസ്തകങ്ങൾ വായിച്ച ഒരാൾ എങ്ങനെയാണ് ഒരു വലിയ സമൂഹത്തിന്റെ അനീതികൾക്കെതിരെ പോരാടിയത്? ആ ചോദ്യം വളരെ പ്രധാനമാണ്. കാരണം അദ്ദേഹം തന്റെ അറിവിനെ വെറുമൊരു അലങ്കാരമായിട്ടല്ല കൊണ്ടു നടന്നത്, മറിച്ച് സമൂഹത്തിലെ അനീതികൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു ആയുധമായിട്ടാണ് ഉപയോഗിച്ചത്. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ അനീതി എന്തായിരുന്നു? ജാതി സമ്പ്രദായം തന്നെ. അതെ, ബ്രാഹ്മണ മേധാവിത്വവും അവർ സൃഷ്ടിച്ചുവെച്ച പ്രാകൃതമായ അനാചാരങ്ങളും ജാതി സമ്പ്രദായവുമായിരുന്നു. ഇതിനെതിരെ വാളെടുത്ത് പോരാടുന്നതിന് പകരം അദ്ദേഹം ചരിത്രത്തെയും അറിവിനെയും ആയുധമാക്കി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം രചിച്ച പ്രാചീന മലയാളം എന്ന പുസ്തകം. അതെ, ആ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. കേരളം പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കി അത് ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണെന്ന ഒരു വലിയ കെട്ടുകഥ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നു. വലിയൊരു കള്ളം. ഈ വാദത്തെ ഉപയോഗിച്ചാണ് ഈ നാടിന്റെയും സമ്പത്തിന്റെയും മുഴുവൻ അവകാശം ഒരു പ്രത്യേക വിഭാഗം കൈയടക്കി വെച്ചിരുന്നത്. ഈ വലിയ കള്ളത്തെയാണ് പ്രാചീന മലയാളം എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം ഖണ്ഡിച്ചത്. ആ പുസ്തകം എന്താണ് യഥാർത്ഥത്തിൽ പറയുന്നത്? വളരെ ലളിതമായ യുക്തിയാണ് അദ്ദേഹം അതിലുപയോഗിച്ചത്. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും ഈ വാദത്തിൽ യാതൊരു കളമ്പുമില്ല എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. കേരളം എന്ന ഭൂപ്രദേശം ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ജനങ്ങളുടെ, വിശേഷിച്ച് നായർ സമുദായം ഉൾപ്പെടെയുള്ള ദ്രാവിഡ ജനതയുടെ സ്വന്തമാണെന്നും ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി പിന്നീട് വന്നവർ കെട്ടിച്ചമച്ചതാണ് ഈ പരശുരാമകഥയെന്നും അദ്ദേഹം ചരിത്രലേഖകൾ വെച്ച് വാദിച്ചു. കേവലം വികാരപ്രകടനമായിരുന്നില്ല അത്, കൃത്യമായ അക്കാദമിക തലത്തിലുള്ള ഒരു പൊഴിച്ചെഴുത്തായിരുന്നു. ശരിക്കും. മറ്റൊരു പ്രധാന പുസ്തകം വേദാധികാര നിരൂപണമാണ്. വേദങ്ങൾ പഠിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നായിരുന്നല്ലോ അന്നത്തെ നിയമം. അതെ, വേദങ്ങൾ ഒരു പ്രത്യേക ജാതിയുടെ കുത്തകയല്ല എന്നാണ്. ജാതിഭേദങ്ങൾക്കതീതമായി എല്ലാ ഹിന്ദുക്കൾക്കും വേദങ്ങൾ പഠിക്കാനും ഹൃദിസ്ഥമാക്കാനും അവകാശമുണ്ടെന്ന് അദ്ദേഹം പ്രമാണങ്ങൾ വെച്ച് സമർത്ഥിച്ചു. പക്ഷേ ഇവിടെ ഞാനൊരു വലിയ വിമർശനം മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മുടെ സ്രോതസ്സുകളിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം എന്നീ കൃതികൾ ചട്ടമ്പിസ്വാമികളുടെ സ്വന്തം ആശയങ്ങളല്ലെന്നും. ആ വിവാദം. അതെ, അത് പ്രശസ്ത പണ്ഡിതനായ മനോന്മണിയം സുന്ദരൻ പിള്ളയുടെ പ്രഭാഷണങ്ങളുടെ കേട്ടെഴുത്തു മാത്രമായിരുന്നു എന്നും ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വെറുമൊരു കേട്ടെഴുത്തുകാരനായ ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്രെഡിറ്റ് നമ്മൾ നൽകുക? അദ്ദേഹം ശരിക്കും ഇതിന് അർഹനാണോ? അതൊരു മികച്ച ചോദ്യമാണ്.
ചരിത്രത്തെ നമ്മൾ വിമർശനാത്മകമായി തന്നെ നോക്കിക്കാണണമല്ലോ. ഈ കേട്ടെഴുത്ത് വിവാദം ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും നിലനിൽക്കുന്ന ഒന്നാണ്. പക്ഷേ നമ്മൾ ഈ ഡീപ്പ് ഡൈവിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ചരിത്രത്തിൽ ആശയങ്ങൾ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്? അന്ന് ഇന്നത്തെ പോലെ പ്രിന്റിംഗ് പ്രസ്സുകളോ ഇന്റർനെറ്റോ വ്യാപകമല്ല. ആശയങ്ങൾ സംവാദങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് പടരുന്നത്. ഈ പുസ്തകങ്ങൾ ആരുടെ വാമൊഴിയാണെങ്കിലും വരമൊഴിയാണെങ്കിലും നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. ആ കാലഘട്ടത്തിൽ ആ ആശയങ്ങൾ സമൂഹത്തിൽ എന്ത് സ്വാധീനമുണ്ടാക്കി? കൃത്യം. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ അടിത്തറ തോണ്ടാനും സാധാരണക്കാർക്ക് അറിവിലേക്കുള്ള വാതിൽ തുറന്നിടാനും ഈ പുസ്തകങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആ ആശയങ്ങളെ ക്രോഡീകരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരായുധമായി മാറ്റിയത് ചട്ടമ്പി സ്വാമികളാണ്. ആ ഇമ്പാക്റ്റാണ് നമ്മൾ കാണേണ്ടത്. ആ ഇമ്പാക്റ്റ് ശരിക്കും വിപ്ലവകരമായിരുന്നു. അദ്ദേഹം അവിടെയും നിർത്തിയില്ല. മറ്റു പല വിഷയങ്ങളിലും അദ്ദേഹം ഇടപെട്ടു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആറാട്ട് ദിവസമാണ് അദ്ദേഹം ക്രിസ്തുമതച്ഛേദനം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിക്കുള്ള മറുപടിയായി അദ്ദേഹം വളരെ യുക്തിഭദ്രമായി എഴുതിയതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ഇത്രയും മാത്രമല്ല, വേറെയും ഒരുപാട് കൃതികളുണ്ട്. അതെ, സർവമതസാരസ്യം, തർക്കരഹസ്യരത്നം, ബ്രഹ്മതത്വനിർഭാസം, സ്ഥവരത്നഹാരാവലി, പരമശിവസ്തവം, അദ്വൈതപഞ്ചരം, ജീവകാരുണ്യം, ഭാഷയുടെ ഉദ്ഭവം തുടങ്ങിയ വിഷയങ്ങളുടെ ഒരു വലിയ നിര തന്നെ അദ്ദേഹത്തിന്റെ രചനകളിലുണ്ട്. വാവ്! ഇതിലൂടെ അദ്ദേഹം അദ്വൈത ദർശനം, സസ്യഭക്ഷണം, അഹിംസ എന്നിവ ജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ മൂർച്ച വ്യക്തമാക്കുന്നൊരു വാചകമുണ്ട് കേട്ടോ. ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത്. പുതിയ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നതല്ല ജാതി വ്യവസ്ഥയ്ക്കുള്ള പരിഹാരം. മറിച്ച് നിലവിലുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനം നൽകുകയും അവിടെയുള്ള അനാചാരങ്ങളെ ഇല്ലാതാക്കുകയുമാണ് വേണ്ടത് എന്ന് അദ്ദേഹം അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. ഈ ആശയങ്ങൾ സമൂഹത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കി, പ്രത്യേകിച്ച് നായർ സമുദായത്തില്. ജാതിമത ചിന്തകൾക്ക് അതീതനായിരുന്നെങ്കിലും കേരളത്തിലെ നായർ സമുദായത്തിൽ ആരംഭിച്ചിരുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വലിയ വേഗം വർദ്ധിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അതെ അതെ. ഇന്ന് നമ്മൾ കാണുന്ന നായർ സർവീസ് സൊസൈറ്റിക്ക്, അതായത് NSSന്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എക്കാലത്തും വലിയൊരു നിത്യപ്രചോദനമായിരുന്നു. ഈ വലിയ സ്വാധീനം അദ്ദേഹത്തിന്റെ ശിഷ്യസമ്പത്തിലും നമുക്ക് കാണാം. വളരെ വ്യത്യസ്തരായ മനുഷ്യരാണ് അദ്ദേഹത്തിന് ശിഷ്യന്മാരായി ഉണ്ടായിരുന്നത്, അല്ലേ? അതെ, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം. അദ്ദേഹത്തിന്റെ പ്രധാന സന്യാസി ശിഷ്യൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പ്രശസ്തനായ നീലകണ്ഠ തീർത്ഥപാദരാണ്. ആത്മീയ തലത്തിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയത് ഈ സന്യാസി ശിഷ്യനാണ്. എന്നാൽ ഗൃഹസ്ഥാശ്രമികളായ, അതായത് കുടുംബജീവിതം നയിക്കുന്ന ഒരുപാട് പ്രമുഖർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായുണ്ടായിരുന്നു. ആ പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും. ആരൊക്കെയായിരുന്നു? കേരള ഗാനത്തിന്റെ കർത്താവായ സാക്ഷാൽ ബോധേശ്വരൻ അദ്ദേഹത്തിന്റെ ഗൃഹസ്ഥാശ്രമിയായ ഒരു പ്രധാന ശിഷ്യനായിരുന്നു. പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ അച്ഛനാണ് ഈ ബോധേശ്വരൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കേശവപിള്ള എന്നാണ്. ഓഹോ, അത് ശരി. അതുപോലെ കോൺഗ്രസ് നേതാവായിരുന്ന കുമ്മളത്ത് ശങ്കുപിള്ള, പെരുനെല്ലി കൃഷ്ണൻ വൈദ്യൻ എന്നിവരും അദ്ദേഹത്തിന്റെ ശിഷ്യരായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു കവി, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ആയുർവേദ വൈദ്യൻ, ഒരു സന്യാസി. എത്ര വ്യത്യസ്തമായ മേഖലകളിൽ നിന്നുള്ളവരാണ് ഒരൊറ്റ മനുഷ്യന്റെ അറിവിന്റെ മുന്നിൽ തലകുനിച്ചത്. ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു ആത്മീയവാദിക്കും ഒരുപോലെ സ്വീകാര്യനാവുക എന്നത് എത്രമാത്രം വിശാലമായൊരു വ്യക്തിത്വത്തിനെ സാധിക്കൂ എന്ന് നാം ചിന്തിക്കണം. എല്ലാവർക്കും അവരവർക്കാവശ്യമായ പ്രകാശം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ നവോത്ഥാന കേരളത്തിന് വലിയൊരു വെളിച്ചം നൽകിയ ആ മഹാജീവിതം 1924 സമാപിച്ചു. 1924 ആഗസ്റ്റ് 5 കൊല്ലം ജില്ലയിലെ പന്മനയിൽ വെച്ചാണ് അദ്ദേഹം സമാധിയായത്. അദ്ദേഹത്തിന്റെ ശിഷ്യർ അവിടെ പണികഴിപ്പിച്ച ആ സമാധിസ്ഥാനമാണ് ഇന്നത്തെ പ്രസിദ്ധമായ ബാലഭട്ടാരക ക്ഷേത്രം. അദ്ദേഹത്തിന്റെ ആ വലിയ ജീവിതത്തെയും കൃതികളെയും കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡോക്ടർ കെ മഹേശ്വരൻ നായർ രചിച്ച ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്ന പുസ്തകം വലിയൊരു സ്രോതസ്സാണ്.
സർക്കാരും അദ്ദേഹത്തിന്റെ ഓർമ്മകളെ വലിയ രീതിയിൽ ആദരിക്കുന്നുണ്ട്. അതെ. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനം കേരള സർക്കാർ ഇന്ന് ഔദ്യോഗികമായി ജീവകാരുണ്യ ദിനമായാണ് ആചരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളോടും അദ്ദേഹം കാണിച്ച കരുണയ്ക്കും സ്നേഹത്തിനും ഇതിലും വലിയൊരു അംഗീകാരം നൽകാനില്ല. നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കാം. യാതൊരുവിധ ഔപചാരിക വിദ്യാഭ്യാസവുമില്ലാതെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് മാത്രം അന്നത്തെ സിസ്റ്റത്തെ ഹാക്ക് ചെയ്ത് സർവ്വവിജ്ഞാനകോശമായി മാറിയ ഒരു മനുഷ്യൻ. ബാഹ്യമായ ചിഹ്നങ്ങളിലല്ല, മനുഷ്യന്റെ ഉള്ളിലെ അറിവിലാണ് ആത്മീയത എന്ന് വിവേകാനന്ദനെപ്പോലൊരാളെ ബോധ്യപ്പെടുത്തിയ മഹായോഗി. തന്റെ അറിവിനെയും ചരിത്രബോധത്തെയും ആയുധമാക്കി നൂറ്റാണ്ടുകളായി നിലനിന്ന ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ അടിത്തറ തോണ്ടിയ നവോത്ഥാന നായകൻ. അതെ, ഒരു വലിയ യുഗത്തിന്റെ കഥയാണ് നാം കണ്ടത്. ഈ ഡീപ് ഡൈവ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളോട് നേരിട്ടൊരു കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള സന്യാസ ചിഹ്നങ്ങളോ കാഷായ വസ്ത്രങ്ങളോ ഇല്ലാതെ അറിവ് മാത്രം ആയുധമാക്കി ഒരു മനുഷ്യന് അന്ന് ഒരു സമൂഹത്തെ എത്രത്തോളം മാറ്റാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വ്യാജമായ ബാഹ്യപ്രകടനങ്ങളെയും വസ്ത്രങ്ങളെയും വാക്കുകളെയും നാം എത്രത്തോളം അന്ധമായി വിശ്വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബാഹ്യമായ ചിഹ്നങ്ങളാണോ അതോ ഉള്ളിലെ ആഴത്തിലുള്ള അറിവാണോ ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ നിർവചിക്കുന്നത്? അതൊന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയൊരു അന്വേഷണവുമായി നമുക്ക് വീണ്ടും കാണാം.